നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച് വിജയിച്ച കുറച്ച് വ്യക്തികളിൽ ഒരാളാണ് ജി സുധാകരൻ. CPM-ൻ്റെ എന്താ പറയുക, കാലാകാലമായിട്ട് CPM-ൻ്റെ കൂടെ നടന്ന ആളായിരുന്നു അദ്ദേഹം. സ്വതന്ത്രനായി മത്സരിക്കുന്നു, UDF പിന്തുണ കൊടുക്കുന്നു. ജി സുധാകരൻ ജയിച്ചതിന് ശേഷം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ UDF-ൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പിണറായി വിജയനെതിരെ കടന്നാക്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിയമസഭയിൽ നനഞ്ഞ കോഴിയെ പോലെയാണ് പിണറായി വിജയൻ്റെ നിലവിലെ അവസ്ഥ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ ബാലഗോപാലൻ, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവില്ല, ഇത്തരത്തിൽ അതിരൂക്ഷമായി പറയുന്നു. അതിന് മറുപടി ജി സുധാകരനെ പോലുള്ള മുൻ CPM-ൻ്റെ ഒരു നേതാവിനെ, നിലവിൽ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരു നേതാവിനെതിരെ സലാമിനെ പോലുള്ള ഒരു നേതാവ് മറുപടി കൊടുത്തത്, പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാനുള്ള യോഗ്യത പോലും ജി സുധാകരനില്ല എന്നുള്ള തരത്തിലാണ്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇതിൻ്റെ സത്യാവസ്ഥ? ഇങ്ങനെ പറയാനുള്ള യോഗ്യത സലാമിനുണ്ടോ, അതോ ജി സുധാകരൻ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ അങ്ങനെ തിരിച്ചു പറയാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു? തെരഞ്ഞെടുപ്പിന് ശേഷം ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ സെക്രട്ടേറിയറ്റും എല്ലാം ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്തുകൊണ്ട് CPM-ന് പരാജയം നേരിട്ടു. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമെന്നാണ് പറയുന്നത്. കുറേ നാളുകളായി പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഇന്നത്തെ ദിവസം ഉത്തരം പറയുകയാണെങ്കിൽ സലാമിൻ്റെ പ്രസ്താവന, പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത സുധാകരൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കുമില്ല, അതുകൊണ്ടുള്ള തോൽപ്പിച്ച്. അതെ. അപ്പം ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലരും നടത്തിയിട്ടുണ്ട്, പല കാലത്തും നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ ധാരാളം നടത്തിയിട്ടുണ്ട്, ചെറ്റാനാറി. അതിൻ്റെ അനുബന്ധമായി അതേ സ്റ്റാൻഡേർഡിൽ അതേ രീതിയിൽ നടത്തുന്നതാണ് ശരി. ഉറപ്പായിട്ടും പറയാം, സുധാകരന് യാതൊരു കാരണവശാലും പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോകാതിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തി വേറെ പലർക്കും ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തത്. ആ സാഹചര്യമുണ്ട് അവിടെ. സലാം അവിടെ തോറ്റതുകൊണ്ടാണ് ഈ വാറഴിക്കാൻ നടന്നുകൊണ്ട് സലാം തോറ്റത്. അതായത് പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ കാലെ നോക്കി നടക്കുന്ന ഒരുത്തൻ എങ്ങനെ കേരളത്തിന് നേതൃത്വം നൽകും? ഇപ്പോൾ പിണറായി വിജയനെ നശിപ്പിച്ചതിൽ, പിണറായി വിജയനെ ഒന്നും അല്ലാതാക്കിയതിൽ ഒരു പങ്കുകൂടി ഇയാൾക്കുണ്ട്, ഇയാളെ പോലുള്ള സ്തുതിപാഠകർക്കുണ്ട്. അയ്യോ അങ്ങനെയുള്ള ചെരുപ്പിൻ്റെ വാറ് ഭയങ്കര, അത് ആര് വിചാരിച്ചാലും പൊട്ടിക്കാൻ പാടില്ല, സുധാകരൻ വിചാരിച്ചാൽ പോലും പൊട്ടിക്കുകയില്ല എന്ന് പറഞ്ഞ് പിണറായിയുടെ ചെവിയിൽ ഓതി ജനങ്ങളുടെ മനസ്സെന്താണ്, അല്ലെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പിണറായിയെ പുറകോട്ട് വിളിച്ച് ഇവരൊക്കെയാണ്. സലാമിന് പങ്കുണ്ട്, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. അങ്ങനെ ഇവിടെയുള്ള ചെരുപ്പിൻ്റെ വാറിലാണോ അയാളുടെ യോഗ്യത ഇരിക്കുന്നത്? ആലോചിച്ചോക്ക്. ഇവർ കാണുന്നത് പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാന്ന് വെച്ചാൽ പിണറായി വിജയൻ അത്ര സർവശക്തനാണ്. പിന്നെ എന്തിനാ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി പാവം പിടിച്ച 10-20 പേര് ജയിലിൽ കിടക്കുക? അതിനെന്ത് ഉത്തരം പറയും? അവരഴിക്കുമോ പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറ്? സുധാകരൻ്റെ ഈ സലാം അഴിക്കുമോ? ആ പിള്ളേരെ രക്ഷിക്കാൻ പറ്റുമോ സലാമിന്? എന്തിനു വേണ്ടിയാണ് അവർ ജയിലിൽ പോയത്? അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ വാറഴിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ യോഗ്യതയായിട്ട് സുധാകരന് മാറും. ഇതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്, എന്താ പറയുക, KPCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായൊരു മറുപടി. KPCC എന്നല്ല, VT ബൽറാമിൻ്റെ KPCC നേതാവാണ്. അപ്പം അദ്ദേഹം പങ്കുവച്ചൊരു കാര്യമുണ്ട്, ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത വേണമത്രേ. യോഗ്യത പാർട്ടിയിൽ വലിയ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒന്നും വേണ്ട, പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതിയെന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തന്നെ ലൈവായി പറഞ്ഞു തരുന്നുണ്ട്. യജമാനനോടുള്ള ഈ അടിമവേലയും കൂറും കാണാൻ നല്ല ഭംഗിയുമുണ്ട് സഖാക്കളെ. അല്ലാതെ കൃത്യമായ മറുപടിയല്ലേ? പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്ന് പറയുന്നത് എന്തോ മഹത്തായ കർമ്മമാണെന്നും, അല്ലെ പിണറായി വിജയൻ്റെ അത്ര സ്ട്രോങ് ആണെന്നും പറയില്ലേ ഇത്. ഇരട്ടച്ചങ്കന് പറയുന്ന പോലെ ഇരട്ട ചെരുപ്പിന് പറയാം. ഇരട്ട ചെരുപ്പ് രണ്ടെണ്ണമല്ലോ, ഒരു ജോഡി ഉണ്ടല്ലോ. അപ്പോൾ ഇരട്ട ചെരുപ്പിനും പറയാം പിണറായി വിജയനെ കുറിച്ച്. സലാം അങ്ങനെ അയച്ചിട്ടാണോ CPM-ൻ്റെ ടിക്കറ്റ് മേടിച്ചത്? സുധാകരനെ മാറ്റി അവിടെ അമ്പലപ്പുഴ മത്സരിക്കാൻ സലാം നേരത്തെ വന്നെങ്ങനെ? ചെരുപ്പിൻ്റെ വാറഴിച്ചിട്ടാണോ പിണറായി വിജയൻ്റെ? ആയിരിക്കണം, അത് ഉറപ്പുണ്ട്. പിണറായി വിജയൻ്റെ പാർട്ടിയിൽ പിണറായി വിജയനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം അടുത്ത നേതൃത്വത്തിലേക്ക് എത്തണമെങ്കിൽ പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത വേണം. മിനിമം പ്രൈമറി മെമ്പർഷിപ്പിൻ്റെ യോഗ്യത, സംഘടനാ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അംഗമാകാൻ യോഗ്യത, ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള കഴിവാണോ എന്നുള്ള ചോദ്യാവലിയും കൂടെ പാർട്ടി തയ്യാറാക്കണം. ഈ നിയമസഭയിൽ ജി സുധാകരൻ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ട് മൊത്തം ആൾക്കാരോട് പറയുന്നത്, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോടാ
ചോദിക്കണ്ട. അദ്ദേഹം ഞാൻ അറിയാം, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇത് മുഴുവനായിട്ട് വായിച്ച് പഠിച്ച ആളാണ്, എനിക്കറിയാം കമ്മ്യൂണിസം എന്താണെന്നുള്ളതും കമ്മ്യൂണിസ്റ്റ് എന്താണെന്നുള്ളതും ഇടതുപക്ഷ ആശയങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങളിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഒരാൾക്ക് പോലും ഒരു എന്താ പറയുക, ഒരു വോയിസ് ഇല്ല നിയമസഭയിൽ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ നേതാവ് ഇപ്പം ഉള്ളത് ഈ പറഞ്ഞ പോലെ വലതുപക്ഷത്തിൻ്റെ കൂടെയാണ്. സതീശിനെ കുറിച്ചായിരിക്കും പറയാം. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ അദ്ദേഹം സതീഷിനെ കുറിച്ചല്ല പറയുന്നത്, പിണറായി വിജയനോട്ടും മറ്റ് CPM-ന് 35ഓളം MLA-മാരോടും വിരൽ ചൂണ്ടി അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുഴുവനായിട്ടും വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അവരാരും മിണ്ടുന്ന പോലും ഇല്ല ആ ചോദ്യത്തിൽ. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പാർട്ടി എന്താണോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വരത്തിലും ആ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത്. എൻ്റെ സഭാസം അതിൻ്റെ അകത്ത് അത്ഭുതമില്ല. എന്നാണെന്നറിയോ, വായിച്ച പോലും ഇത് മലയാളം അറിയാവുന്നവർക്ക് വായിക്കണമല്ലോ. വായിച്ചവരാരും ഇത് വായിച്ചു എന്ന് പറയുകയില്ല. കാരണം വായിച്ച തലയിലേക്ക് കയറുന്ന തലച്ചോറ് വേണം, വായിച്ചാൽ മാത്രം പോരാ. അതെ. അപ്പൊ ഇത് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് സംശയം ചോദിച്ചാൽ എന്നാ പറയും? വായിച്ചാൽ അതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉൽപാദന വിതരണത്തെക്കുറിച്ച് അതിന്റെ മൂല്യവർദ്ധനവിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പൊ ആ പുസ്തകം വായിക്കാതിരിക്കുന്നു പറഞ്ഞ ചോദ്യം വരികയുള്ളൂ. ഈ ഇവര് പിണറായി വിജയൻ പോലും വായിച്ചിട്ടില്ല. സ്വരാജ് വായിച്ചിട്ടുണ്ടെന്ന് ഇരുന്നാൽ അറ്റവും പോലെ പറയും, 4ാമത്തെ പേര് 5ാമത്തെ പേര് എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഇവരുടെ എല്ലാ പുസ്തകങ്ങളിലും എല്ലാം ഈ വായന ഇല്ലാത്തതിന്റെ കുഴപ്പം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. ഇനി അതിന്റെ ഏറ്റവും അങ്ങേയറ്റം ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ പതനത്തിന്റെ കാരണം സുധാകരൻ പറഞ്ഞ ആ വായനയില്ലായ്മ. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തോ, റഷ്യ എടുത്തോ, ചൈന എടുത്തോ, കൊറിയ എടുത്തോ, ഏത് രാജ്യം വേണ്ടി എടുത്തോ, എവിടുന്നെങ്കിലും പഴയ കാലത്തെ പോലെ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ആകാംക്ഷയുടെ വായിക്കുന്ന ഒരു സാഹിത്യ കൃതിയോ രാഷ്ട്രീയ കൃതിയോ ഈ അടുത്ത ഒരു 15 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേര് അറിയാം. ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു റഷ്യൻ പുസ്തകം അല്ലെ ചൈനീസ് പുസ്തകം പറയാൻ പറ്റുമോ? വിയറ്റ്നാം പുസ്തകം പറയാൻ പറ്റുമോ? ഉത്തര കൊറിയയുടെ പുസ്തകം? അത് അവിടെ ജീർണതയായി, ബൗദ്ധികമായി ജീർണത ബാധിച്ച ഒരു സെറ്റാണ് ഇരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റാണ് സലാം. ഒറ്റ പുസ്തകത്തിൻ്റെ പേര് പറയാം, ഇത്രയും നോക്കിക്കോ. എന്നാലും പറയാമോ? നല്ലോണം വായിക്കുന്ന ലോകമാണല്ലോ ഈ ഞാൻ പറഞ്ഞ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് അല്ല ആ ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്നത്. പണ്ട് നമ്മൾ ടോൾസ്റ്റോയുടെ പുസ്തകം പറയാം, ഡോസ്റ്റോവസ്കിയുടെ പറയായിരുന്നു ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനോ പുസ്തകങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. കാര്യമായിട്ട് എനിക്കറിയാൻ വേണ്ടി. അതിൻ്റെ അർത്ഥം എന്താ? ബൗദ്ധികമായി മരവിപ്പും ജീർണതയും ബാധിച്ച ഒരു സിസ്റ്റമായിട്ട് അല്ലെ ഒരു വ്യവസ്ഥയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകമെമ്പാടും മാറി. ഇവിടെ സുനിൽപിയുടെയൊക്കെ പേരെടുക്കുന്ന മഹാഭാരതത്തിലെ കോട്ടിങ് കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കോട്ടിങ് കൊണ്ടല്ല പ്രസംഗിക്കാൻ പോകുന്ന കൂടെ സംസാരിച്ചിരിക്കുന്നത്. എല്ലായിടത്തിൻ്റെ സംസാരം എന്തിനെക്കുറിച്ചാണ്? മനുഷ്യത്തെക്കുറിച്ച് ഒന്ന് പറയും. അതിനേക്കാൾ കൂടുതൽ മഹാഭാരതം രാമായണം അദ്ദേഹം പറയുന്നത്. അത് ഇന്ത്യയിൽ കൂടുതൽ വായിക്കപ്പെടുന്നുണ്ടെന്നുള്ള ധാരണ ഉണ്ടാക്കി അത് പുറത്ത് പരസ്യമായിട്ട് പറയുകയില്ല. എന്തുകൊണ്ടത്? ജീർണത എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ബാധിച്ചു. അതിനെ രക്ഷപ്പെടുത്താൻ സുധാകരനൊക്കെ അതിൻ്റെ അകത്ത് വിഷമം കൊണ്ടാണ് പറയുന്നത്. ആരെങ്കിലും വായിച്ചവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദനയോടാണ് ചോദിക്കുന്നത്. ഞാൻ ഇവരുടെ കൂടെയാണല്ലോ ഇത്രയും കാലം പ്രവർത്തിച്ചത്, കുറ്റബോധം കൂടിയാണത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 20 വർഷം ഞാൻ അവിടെ ആയിരുന്നായിരുന്നു എന്നുള്ള കാര്യത്തെ ഞാൻ നിയമസഭയിൽ പറയുന്നുണ്ട്. സുധാകരന്റെ മനസ്സും മരവിച്ചാണ് കുറെ അവരുടെ കൂടെ ഇരുന്നിരുന്നിരുന്ന്. ഇതങ്ങനെ ഇത് ആശ്രയമാണ് ഏറ്റവും വലിയ ബുദ്ധിജീവി, റഹീമാണ് ഏറ്റവും വലിയ ബുദ്ധിജീവി. പറയുന്ന പേര് ഇസ്ലാമികൾ അതെന്തിനാ അവരെ മുന്നത്തെ വേറൊരു കാര്യത്തിന് ന്യൂനപക്ഷത്തെ ആകർഷിക്കാൻ വേണ്ടി നടത്തുക. എന്നാൽ ഷിജൂർ ഖാൻ എന്ന് പറഞ്ഞ ശിശു ക്ഷേമ സമിതിയുടെ അടുത്താണ് ഒരാളുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ബുദ്ധിജീവികൾ. പിന്നെ ചിന്താചാറോമിന്റെ പിന്നെ പറയേണ്ട ബുദ്ധിജീവി അല്ല, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറി എന്നാ പറഞ്ഞത്. സ്വരാജ് കുറച്ചുകൂടിയൊക്കെ അല്ല പറഞ്ഞേക്ക്. സ്വരാജിന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്താൻ പറ്റിയിട്ടുണ്ടോ? ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതി. മറ്റുള്ളവർ വിമർശിക്കാനറിയാം, അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ സതീശന്റെ ഒരു വാചകമുണ്ട്, ഒന്ന് ടീം UDF, ഒന്നാമത്തെ അത് ഭയങ്കരമായിട്ട് ജനങ്ങളേറ്റു. പിന്നെ എൻ്റെ നിലപാടുകൾ ആണ്, എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് എൻ്റെ നിലപാടുകൾ ഉണ്ടാകുക. വളരെ കാതലായൊരു സെന്റൻസാണ്. ഇതൊക്കെ ബോധമുള്ളവർക്ക് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റി, സതീശന് കൊടുക്കാൻ പറ്റി. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആരുമില്ല. സലാം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാ ചെരുപ്പിന്റെ വാറ നോക്കുന്നത്. എങ്ങനെയാണ് സലാമിന് കൊടുക്കാൻ പറ്റുന്നത്? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകരാറ്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റിൽ ഇല്ലാത്തൊരു സാധനമാണ് ആൾദൈവത്തെ ആരാധിക്കുക എന്നുള്ളൊരു സാധനം. പാർട്ടി എല്ലാ കാലത്തും അതിനെ അതേ രൂക്ഷമായിട്ട് വിമർശിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് P. ജയരാജനെതിരെ കണ്ണൂരിൽ
പാട്ട് എഴുതിയപ്പം ഇത്തരത്തിൽ അതിരൂക്ഷമായി വിമർശിച്ച ഒരാളാണ് ഈ പറയപ്പെട്ട പോലെ പിണറായി വിജയൻ. അതേ പിണറായി വിജയന് വേണ്ടി സ്തുതി പാടുന്ന, അദ്ദേഹത്തെ ആൾദൈവമായി കാണുന്ന പല കളികളും നമ്മളിവിടെ കണ്ടു. കോവിഡ് കാലത്ത് വരെ അതിനെല്ലാം എഴുതിക്കൊണ്ട് എന്താ പറയുക, തിരുവാതിര, മെഗാ തിരുവാതിര നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം അന്ന് വേറൊരു പിന്നെ ഐഡിയോളജി, കാരണഭൂതൻ എന്നുള്ള സാധനം വന്നതും അദ്ദേഹത്തിന് പേര് പറയുന്നുണ്ട്. കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ, കപ്പിത്താൻ, ക്യാപ്റ്റൻ, അങ്ങനെ എന്താ പറയുക മലയാള ഡിക്ഷണറികൾക്ക് അതീതമായ അപ്പം നമുക്ക് പ്രത്യേകിച്ച് പുതിയ വാക്കുകൾ മലയാളത്തിൽ ഉണ്ടാക്കേണ്ടി വരും അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വാക്കുകൾ തികയില്ല അത്തരത്തിലുള്ള ഒരു വാസന. അപ്പം ഇത്തരത്തിൽ ഒരു ആൾദൈവം എന്നുള്ള രീതിയിൽ എക്കാലത്തും വിമർശിച്ചിരുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM ഇപ്പോൾ ഈ പറഞ്ഞ പോലെ P ജയരാജൻ ഒരു ഭാഗത്ത് ഇതിന്റെ പേരിൽ വിമർശിച്ചിരുന്നു. അതേ CPM പിണറായി വിജയന് കാര്യം വരുമ്പോൾ മിണ്ടാട്ടുണ്ട്. അപ്പം അത് തന്നെ ഉറപ്പാണ്. നിലവിൽ CPM-ൽ നിൽക്കുന്ന പല നേതാക്കന്മാരും പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വള്ളി അഴിച്ചു കൊടുത്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു സാധനം. ഇപ്പോഴും ആ ഹാങ് ഓവറുണ്ട്, ഇയാൾ രക്ഷിക്കുന്നുള്ള ഹാങ് ഓവറുണ്ട്. ആ ഇയാൾക്ക് രക്ഷിക്കാൻ, ഇലക്ഷനിലൊന്നും രക്ഷിക്കാൻ പറ്റില്ല, ഇയാൾ ജയിലിലും കോടതിയിലായിട്ട് ഇങ്ങനെ സ്ഥിരം കയറി നടക്കാൻ തുടങ്ങി പാർട്ടിക്ക് AKG സെൻറ്ററിൽ വരാൻ സമയമില്ലാത്തൊരവസ്ഥ വരും. കോടതിയിൽ കയറി ഇറങ്ങി ചിലപ്പോൾ ശിക്ഷിക്കണമെന്നില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ് ശിക്ഷിക്കണമെന്നില്ല, ഇപ്പോഴത്തെ കോടതി ജഡ്ജിമാരാണ് ചിലപ്പോൾ ശിക്ഷിക്കണമെന്നില്ല. പക്ഷെ മറിച്ച് ഈ കേസിൻ്റെ വയ്യാവേലിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല. ഒന്ന് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മകൻ്റെ വരുമെന്ന് അറിയത്തില്ല, മകൻ്റെ അമ്മായിയപ്പൻ്റെ വരുമെന്ന് അറിയത്തില്ല, മകളുടെ ഭർത്താവിൻ്റെ വരുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒത്തിരി ഇവരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ സംഭവങ്ങളിൽ നിന്ന് മാറി പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാൻ പിണറായി വിജയന് പറ്റില്ല. സ്നേഹമുള്ളൊരു അച്ഛനാണെങ്കിൽ, അല്ലെങ്കിൽ മക്കളോട് പോലും സ്നേഹമില്ലാത്ത, അതിലും നമ്മൾ പ്രതീക്ഷയിലും ക്രൂരനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയന് വിലയിരുത്തേണ്ടി വരും. മാത്രമല്ല ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അദ്ദേഹത്തിനെതിരെ ജില്ലാ കമ്മിറ്റി അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. പിണറായി വിജയനെതിരെ പറഞ്ഞത് മാൻഡ്രേക്കാണ് എന്നുള്ളതാണ് ഒരു ഏരിയ കമ്മിറ്റി പറഞ്ഞത്. അപ്പോൾ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയിലടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ നേരിട്ടിട്ടും വീണ്ടും അദ്ദേഹം ആ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പോകുന്നു. ഇപ്പം ഒരു ഉളുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ സാറൊന്നായിട്ട് സംസാരിക്കുകയാണ്, ഒരുപാട് സാറിനെ ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാരും ഒരേ സമയം കുറ്റം പറയുമ്പോൾ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. ഓക്കെ, ഞാനതിന് ഇരിക്കാൻ യോഗ്യതനല്ല എന്നുള്ളത് എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടി ബഹുമാനിക്കുന്ന ഒരാളെന്നുള്ളത് നമ്മൾ മാറിക്കൊടുക്കും. പക്ഷെ അതുപോലും ഇല്ലാണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്യുമ്പോൾ ആ മറവിലൂടെ വന്ന് പ്രതിപക്ഷ നേതാവായ ആളാണ് നിലവിലിപ്പോൾ പിണറായി വിജയൻ. അപ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണെന്ന് അല്ല, അത് നമ്മൾ തന്നെ ചർച്ച, നമ്മൾ തമ്മിലാണ് നടത്തില്ല. അതായത് ഇവിടെ തന്നെയാണ് ചർച്ചയിലെ ഒരു കാര്യം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചർച്ച വന്നപ്പോൾ തന്നെ ചർച്ചയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും പിണറായി വിജയൻ അധികാരത്തോടും സ്ഥാനമാനങ്ങളോടും അതിൻ്റെ ആഡംബരങ്ങളോടും ആർത്തിയുള്ള ആളാണ്. വെറും ഒരു MLA ആയിട്ടിരിക്കാൻ പിണറായി വിജയൻ ഉദ്ദേശിക്കുകയില്ല. ഒന്നുകിൽ MLA സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ ത്യാഗിയായിട്ട് പോവാം, അതല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം സ്വീകരിക്കും. ഒരു നല്ല കെട്ടിടം കെട്ടിത്തിരുത്തോട് താമസിക്കാൻ, വണ്ടി സൗകര്യം, പ്രൊട്ടക്ഷൻ, ഫോൺ ചിലവ്, ഭക്ഷണ ചിലവ്, ഗസ്റ്റിനെ സ്വീകരിക്കാൻ, ഇങ്ങനെ പല പല സൗകര്യങ്ങളും, പകുതിയെങ്കിലും ആർഭാടം അപ്പോഴും ഒരു മന്ത്രിയുടെ എങ്കിലും ആർഭാടം അനുഭവിക്കാൻ, ആ ആർഭാടം വേണ്ടെന്ന് വയ്ക്കാൻ പിണറായി വിജയൻ, കണ്ണൂർക്കാരൻ പിണറായി വിജയനാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയ പിണറായി വിജയനാണ് പിണറായി വിജയൻ ശ്രമിക്കുക. ഞാൻ നേരെ തിരിച്ചായിരുന്നു ആ കാലത്ത് ഞാൻ വിചാരിച്ചത്. കാരണം ഈ പറഞ്ഞ പോലെ അതിരൂക്ഷമായി പാർട്ടി തോൽക്കുന്നു, 90 സീറ്റിൽ മത്സരിച്ചതിൽ 27 സീറ്റിൽ മാത്രം ജയിക്കുന്നു, മുന്നണിയിൽ വെറും 35 MLA-മാർ മാത്രം ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചത് ആ ഒരു മടി കൊണ്ട് അല്ലെങ്കിൽ ആ തോൽവിയുടെ ഭാരം സാധനം ഉണ്ടാവുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുന്ന് മാറി നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ അതൊക്കെ പറഞ്ഞു, അയാൾ മാനസികമായിട്ട് മാറി നിൽക്കുക നല്ലതെന്ന് അങ്ങേർക്കും അറിയാം. പക്ഷേ ഈ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തയ്യാറില്ല. ഈ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തയ്യാറില്ല. അതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡോക്ടർക്ക് കൈക്കൂലി, എൻ്റെ ഒരു സുഹൃത്തിന് ഒരു പ്രധാനപ്പെട്ട സർജന് കൈക്കൂലി കൊടുക്കണം. പക്ഷെ കൊടുത്താൽ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കൊടുത്താൽ മേടിക്കില്ല, എന്നാ ചെയ്യുന്നത്? അപ്പോൾ വേറെ ആളുടെ കയ്യിൽ ഒരു 3-4 പാൻ പീസ് ഇന്ന ഉള്ളി തന്നാന്നും പറഞ്ഞ് ഡോക്ടറെ എടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഡോക്ടർ, അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, അങ്ങേരായിട്ട് എനിക്ക് നല്ല ബന്ധമാണല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്ന, അല്ലെ കൊടുത്തു വിട്ടെന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന കൂട്ടത്തിൽ അത് നേരെ മെല്ലെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോവാണ്. അതുപോലെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട എന്ന് പറയുമ്പോഴും, അല്ലെ വേണ്ട എന്ന് ആലോചിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും അതിലേക്ക് നടന്നു കയറിയായിരുന്നു പിണറായി വിജയൻ. അത്രയ്ക്ക് മാത്രം ആർഭാട ജീവിതവുമായി അധികാരം ഉപയോഗവുമായി പരസ്പരം പൊരുത്തപ്പെട്ട ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ മാനസികാവസ്ഥയിലാണ് പിണറായി വിജയൻ.